നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ പിക്കപ്പ് വാനിന് മുകളിൽ ഗർഡർ വീണ അപകടം. പുലർച്ചെ 2:30-ഓടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ മരിച്ചു. ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന എരമല്ലൂരിൽ ടോൾ പ്ലാസ വരുന്ന ഭാഗത്ത് ഗർഡറുകൾ സ്ഥാപിക്കുമ്പോൾ ജാക്കിയിൽ നിന്ന് തെന്നിമാറി താഴേക്ക് വീണതാണെന്നാണ് പ്രാഥമിക നിഗമനം. അപകടം നടന്ന് 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാനായത്. ഗർഡർ ഉയർത്തിയ സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നും ഗർഡർ ഏകദേശം ഉറപ്പിച്ചു എന്ന് ഉറപ്പായ ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടതെന്നും നിർമ്മാണ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇത്രയും വലിയ ഗർഡർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അപകട സാധ്യത മുന്നിൽ കണ്ട് ഗതാഗത നിയന്ത്രണം തുടരേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദ്യം ഉയരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് MLA വ്യക്തമാക്കി. വാർത്താ ചാനലിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും CPM നേതാവ് ആർഷോയും ഏറ്റുമുട്ടി. ചർച്ചയ്ക്കിടെ ഇരുവരും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു. ഇതോടെ BJP CPM പ്രവർത്തകരും സംഘടിച്ചെത്തി. ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് അന്തരീക്ഷം ശാന്തമായത്. ഇതിനിടെ പ്രശാന്ത് ശിവൻ ആർഷോയെ അടിച്ചതായി ആരോപണമുണ്ട്. സൂപ്പർഫാസ്റ്റിന്റെ പേരിൽ യാത്രക്കാരെ പറ്റിച്ച് KSRTC സൂപ്പർഫാസ്റ്റിൽ എറണാകുളത്ത് പോകണമെങ്കിൽ 263 രൂപയാണ് നിരക്ക്. എന്നാൽ ഇവയ്ക്കു പകരം ബ്രാൻഡഡ് ന്യൂ എന്ന് ഓമനപ്പേരിൽ ഇറക്കിയ പുതിയ സൂപ്പർഫാസ്റ്റ് non-AC ബസ്സുകളിൽ ഈടാക്കുന്നത് 271 രൂപ. യാത്ര കോഴിക്കോട്ടേക്കാണെങ്കിൽ 479 രൂപ 492 ആകും. ഒരേ ക്ലാസ് ബസ്സിൽ 2 നിരക്ക് പാടില്ലെന്നിരിക്കെയാണ് വർധന. 2 യൂണിറ്റുകളിലെ ചോർച്ച പരിഹരിക്കാൻ ഇടുക്കി ഡാം അടച്ചതോടെ സംസ്ഥാനത്തെ വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും കമ്മി പരിഹരിക്കാൻ ബദൽ സംവിധാനങ്ങൾ തുറന്നതായി KSEB അറിയിച്ചു. ഡിസംബർ 10-ന് ശേഷമാണ് ഡാം തുറക്കുക. ഡാം അടച്ചതോടെ ദിവസം 1000 മെഗാവാട്ടിലേറെ വൈദ്യുതിയുടെ കുറവുണ്ടാകും. എറണാകുളത്തും പരിസരങ്ങളിലും ജലവിതരണം തടസ്സപ്പെടും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വാപ്പ് കരാറിലൂടെ 1096 മെഗാവാട്ട് വൈദ്യുതി വാങ്ങും. ഇന്നലെ മുതൽ ഇതനുസരിച്ചുള്ള വൈദ്യുതി എത്തിക്കാൻ അന്തർ സംസ്ഥാന വൈദ്യുതി കോറിഡോർ തുറന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസുവിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനും കുരുക്കുമുറുകി. ശബരിമല കട്ടളപ്പോളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും സമയം ചോദിച്ച് ഒഴിഞ്ഞുമാറി. ഇന്ന് ഹാജരായേക്കും. CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പത്മകുമാറിന്റെ അറസ്റ്റുണ്ടായാൽ പാർട്ടിക്ക് ഇത് കനത്ത തിരിച്ചടിയാകും എന്നാണ് വിലയിരുത്തൽ. കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന N പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ 6 മാസത്തേക്ക് നീട്ടി. ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ A ജയതിലക്കിനെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ചതിന് വകുപ്പുതല അന്വേഷണം നടക്കുന്നതായി സംസ്ഥാനം അറിയിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരാണ് സസ്പെൻഷൻ നീട്ടിയത്. 2024 നവംബർ 10-നാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് സസ്പെൻഷൻ പലതവണയായി നീട്ടുകയായിരുന്നു. അടുത്ത വർഷം മെയ് വരെ സസ്പെൻഷൻ തുടരും. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. വിമാനത്താവള മാതൃകയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കി നിർമ്മിക്കാൻ കരാർ ഒപ്പിട്ടു. ഈ റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെങ്കിടാചലപതി കൺസ്ട്രക്ഷൻസിനാണ് നിർമ്മാണ ചുമതല. 344.89 കോടി രൂപ ചെലവഴിച്ച് 30 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാർ. ദക്ഷിണ റെയിൽവേയുടെ എറണാകുളത്തെ നിർമ്മാണ വിഭാഗം മേൽനോട്ടം വഹിക്കും. ജനുവരിയിൽ നിർമ്മാണം തുടങ്ങാൻ ലക്ഷ്യമിട്ട് ആദ്യഘട്ട നടപടികൾക്ക് തുടക്കമായി. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. CPIയുടെ എതിർപ്പിന്റെ മൂർച്ച കൂടിയതിനെ തുടർന്ന് PM ശ്രീ കരാർ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കേന്ദ്രത്തിന് കത്തയച്ചത്. കേന്ദ്ര സർക്കാരിന് കത്തയക്കാൻ വൈകുന്നതിനെതിരെ CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ട് പ്രതിഷേധിച്ചിരുന്നു. CPI നടത്തിയ ഈ വിരട്ടലിന് പിന്നാലെയാണ് V ശിവൻകുട്ടി കത്തയച്ചത്. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ സ്ഫോടനം നടത്തിയത് കാശ്മീരിൽ നിന്നുള്ള മെഡിക്കൽ പ്രൊഫഷണലായ ഡോക്ടർ ഒമർ നബി തന്നെയാണെന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചു. സ്ഫോടനത്തിൽ ഇയാളുടെ ശരീരം ഛിന്ന ഭിന്നമായി പോയിരുന്നു. ഇതുവരെ ഇയാളെ തിരിച്ചറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മഹാരാഷ്ട്ര ദളിത് ഫെഡറേഷൻ അധ്യക്ഷൻ ഉത്തം മൊഹിത്തയെ കുത്തിക്കൊലപ്പെടുത്തി. സാംഗ്ലയിൽ ജന്മദിനം ആഘോഷിക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത്. മൊഹിത്തയുടെ വയറ്റിലാണ് കുത്തേറ്റത്. ഷാറൂഖ് ഷെയ്ഖ് എന്ന അക്രമിയെ സംഭവ സ്ഥലത്ത് ജനക്കൂട്ടം തല്ലിക്കൊന്നു. ചെങ്കോട്ട സ്ഫോടനം അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റിലായ പ്രതികൾക്കും തുർക്കിയിലെ അങ്കാറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിദേശ ഹാൻഡ്ലറിനും ഇടയിലുള്ള പ്രധാന ബന്ധം കണ്ടെത്തിയതായി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഉഗാസ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന ഹാൻഡ്ലർ ഉയർന്ന തലത്തിലുള്ള അജ്ഞാതത്വത്തിന് പേരുകേട്ട
എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശമയക്കൽ പ്ലാറ്റ്ഫോമായ സെഷൻ ആപ്പ് വഴി പ്രധാന പ്രതി ഉമർ ഉൻ നബിയുമായി കൂട്ടാളികളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫരീദാബാദ് അൽ ഫലാഹ് സർവകലാശാല നിരീക്ഷണത്തിലാണ്. നേരത്തെ തന്നെ നഗരത്തിലെ തിരക്കിൽ RDX നിർമ്മിക്കാൻ അവരുടെ ലാബ് ഉപയോഗിച്ചോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. പ്രൊഫഷണൽ മറവിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ബന്ധമുള്ള വ്യക്തികൾക്കുള്ള അഭയകേന്ദ്രം എന്ന അന്വേഷകർ വിശേഷിപ്പിച്ചതിനെ തുടർന്ന് ഇപ്പോൾ തീവ്രമായ പരിശോധനയിലാണ്. കോളേജുമായി ബന്ധപ്പെട്ട 4 ഡോക്ടർമാരായ ഡോക്ടർ ഉമർ ഉൻ നബി, ഡോക്ടർ മുൻസിമൽ ഷക്കീൽ ഗനായ്, ഡോക്ടർ ഷഹീൻ ഷാഹിദ്, ഡോക്ടർ നിസാർ ഉൽ ഹസൻ എന്നിവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ഭൂപീന്ദർ കൗർ യൂണിവേഴ്സിറ്റിക്ക് തീവ്രവാദ യൂണിറ്റുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കി. എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറും സ്ഥാപകനുമായ ജവാദ് അഹമ്മദ് സിദ്ദിഖി മൗനം പാലിച്ചു. പിന്നാലെ ചാൻസലർ ജവാദ് അഹമ്മദ് സിദ്ദിഖി തട്ടിപ്പ്, വഞ്ചന എന്നീ ആരോപണങ്ങളിൽ കുടുങ്ങി സഹോദരനോടൊപ്പം 3 വർഷത്തിലേറെ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഗുജറാത്തിലെ ഗിർ സോമനാഥിലെ പ്രഭാസ് പഠാനിൽ ഭരണകൂടം സംഘടിപ്പിച്ച വലിയ തോതിലുള്ള പൊളിച്ചുമാറ്റൽ നടപടിക്കിടെ ഒരു ദർഗ പൊളിച്ചുമാറ്റുന്നതിനെതിരെ പ്രതിഷേധിച്ച് നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഒരു മുസ്ലിം സംഘം ഒത്തുകൂടി. ഇവർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെ കേസെടുത്തു. സോമനാഥിലെ അനധികൃത നിർമ്മാണങ്ങൾ ലക്ഷ്യമിട്ട് ഭരണകൂടം വളരെ കാലമായി കാര്യമായ പൊളിക്കൽ നടപടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ മാരകമായ കാർ സ്ഫോടനത്തിന്റെ പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്ഫോടനത്തിന്റെ കൃത്യവും ഭയാനകവുമായ നിമിഷമാണ് ഈ CCTV ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ചെങ്കോട്ട ക്രോസിംഗിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു നിരീക്ഷണ ക്യാമറയിൽ പകർത്തിയ CCTV ദൃശ്യങ്ങൾ കാണിക്കുന്നത് 2025 നവംബർ 10 വൈകുന്നേരം 6:50 റോഡിൽ ഗതാഗതം സാധാരണ നിലയിലായിരുന്നുവെന്നാണ്. പെട്ടെന്ന് ഒരു വലിയ സ്ഫോടനം ഉണ്ടാവുകയും ഒരു വലിയ തീഗോളമായി ഫ്രെയിമിനെ മുഴുവൻ വിഴുങ്ങുകയും പരിഭ്രാന്തി പരത്തുകയും ചെയ്യുന്നതും കാണിക്കുന്നു. US ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഖജനാവ് അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കുന്നതിനുള്ള സെനറ്റിന്റെ പിന്തുണയുള്ള ബിൽ ഹൌസ് പാസാക്കി. അന്തിമ വോട്ടെടുപ്പിൽ 222-209 എന്നായിരുന്നു വോട്ട് നില. ഏതാണ്ട് എല്ലാ റിപ്പബ്ലിക്കന്മാരും ഒരുപക്ഷം ഡെമോക്രാറ്റുകളും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബില്ലിൽ ഒപ്പുവെക്കുന്നതോടെ ഖജനാവ് ഔദ്യോഗികമായി തുറക്കുമെങ്കിലും കാര്യങ്ങൾ സാധാരണ നിലയിലാകാൻ സമയമെടുക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന ഒമർ ഫറൂഖ്, ഇയാളുടെ മരണത്തിന് പിന്നാലെ ഭാര്യ സംഘടനയിലെ പ്രധാന സ്ഥാനത്തേക്ക് ഉയർന്നുവെന്ന് റിപ്പോർട്ട്. ജെയ്ഷെ മുഹമ്മദിലെ കമാൻഡർ ഉമർ ഫറൂഖിന്റെ ഭാര്യ അഫീറ ബീബി ഭീകര സംഘടനകളുടെ വനിതാ വിഭാഗമായ ജമാത്തുൽ മൊമിനാത്ത് അംഗമായെന്ന് പുതിയ റിപ്പോർട്ട്. ഡൽഹി സ്ഫോടനത്തിന് ആഴ്ചകൾക്ക് മുൻപാണ് ഇവർ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ ബ്രിഗേഡായ ജമാത്തുൽ മൊമിനാത്തിന്റെ മുഖ്യ നേതാക്കളിലൊരാളായി പ്രവർത്തനം ആരംഭിച്ചുവെന്നും ഇന്റലിജൻസ് ഏജൻസികൾ സ്ഥിരീകരിച്ചു. ഡൽഹിയിലെ കാർ സ്ഫോടനം വ്യക്തമായും ഒരു ഭീകരാക്രമണമാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ശേഷം ബുധനാഴ്ച കാനഡയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ 12 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ വാഷിംഗ്ടൺ ഇന്ത്യക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് റൂബിയോ പറഞ്ഞു. എന്നാൽ ഇന്ത്യ ഈ അന്വേഷണങ്ങൾ നടത്താൻ വളരെ പ്രാപ്തമാണെന്നും അവർക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക പീഡനത്തെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപിന് അറിയാമായിരുന്നു എന്ന പുതിയ വാദങ്ങൾ വൈറ്റ് ഹൌസ് തള്ളിക്കളഞ്ഞു. ഡെമോക്രാറ്റുകളിൽ നിന്നുള്ള ചോർന്ന ഇമെയിലുകൾ നിർമ്മിത തട്ടിപ്പാണെന്ന് പറഞ്ഞു. ട്രംപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അറസ്റ്റിന് വർഷങ്ങൾക്ക് മുമ്പ് എപ്സ്റ്റീനെ മാർ-എ-ലോഗോയിൽ നിന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നുവെന്നും പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു. പാലസ്തീൻ തടവുകാരെ പീഡിപ്പിച്ചതിനും മോശമായി പെരുമാറിയതിനുമുള്ള ആരോപണങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ കടുത്ത ചോദ്യം ചെയ്യലുകൾ നേരിട്ടു. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം വ്യവസ്ഥാപിതവും വ്യാപകവുമായ ദുരുപയോഗമാണ് നടക്കുന്നതെന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നതായി UN വിദഗ്ധർ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെയും പാലസ്തീൻ അവകാശവാദങ്ങളെക്കുറിച്ചുമുള്ള UNന്റെ പ്രത്യേക റിപ്പോർട്ടായ ഫ്രാൻസെസ്ക ആൽബിൻസിന്റെയും ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ തെറ്റായ വിവരങ്ങളാണെന്ന് പറഞ്ഞ് ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനിയൽ മെറോൺ തള്ളിക്കളഞ്ഞു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.